നമ്മൾ അവസാനമായിട്ട് കേട്ടത് जो लास्ट में सुना था, ഒരു ഡോണറും ഒരു ബെനിഫിഷ്യറുമാണ്. ഒരു ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയും एक അത് दान സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. एक दान देने वाला व्यक्ति और एक उसको स्वीकार करने वाला एक व्यक्ति. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ധനവാനായിരിക്കുന്ന ടാറ്റയോ ബെർലയോ മരിക്കുന്നതിന് മുമ്പ് ഒരു ബിൽപത്രം എഴുതി വെക്കുന്നു. एक हमारा सोच विचार करने के लिए एक बात करता हूँ कि हमारे हिंदुस्तान में एक बहुत बड़ा धनवान व्यक्ति टाटा जैसा, बिरला जैसे एक आदमी जो है अपना संपत्ति को दूसरे को हैंड ओवर करने के लिए एक पत्री में लिखकर देना चाहता हूँ. എന്റെ സ്വത്ത് मेरा संपत्ति ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും इस दुनिया का सारे लोगों के लिए, ദാനം ചെയ്യുവാൻ उनको सबको ऐसे मुफ्त में बांटने के लिए എന്റെ മരണപത്രിക ഞാൻ കോടതിയെ ഏൽപ്പിക്കുന്നു. मेरा मृत्यु का पत्री मैं जो है अपना न्यायालय में समर्पण करता हूँ. അങ്ങനെ ഒരു ബിൽപത്രം ഉണ്ടാക്കിയാൽ ऐसा एक नियम बनाने से നമുക്ക് ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? हम सबके लिए कितना कितना पैसा मिलेगा? ഞാൻ അസ്യൂം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, हर एक इस दुनिया का हर एक व्यक्ति के लिए, അത് ജീവിച്ചിരുന്നതും ഇന്നുള്ളതും മരിച്ചുപോയതുമായ ആൾക്കാർക്കാണ് ദാനം ചെയ്യേണ്ടത്. കാരണം മനുഷ്യജാതിക്ക് വേണ്ടി ദാനം ചെയ്യുകയാണ്. वो जो पिछले जन्म लिया हुआ मरे हुए लोग, अभी जिंदा रहने वाले लोग, अभी आने वाला पीढ़ी के लिए, सबके लिए बराबर मिलने का जैसा ये नियम मैं लिखकर दे रहा हूँ. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യക്കാരന് നമുക്ക് എത്ര പൈസ കിട്ടും? ऐसा अगर उसने उस नियम में लिखकर रखा हुआ उसका संपत्ति हर एक व्यक्ति को कितना कितना तक मिल सकता है? എത്ര കിട്ടും? ലോകത്തിലുള്ള മനുഷ്യർക്ക് അത് ദാനം ചെയ്യാൻ സഫീഷ്യന്റ് അല്ല. പിന്നെയും ആൾക്കാർ തന്റെ ദാനം പകുതി എത്ര ദാനം ചെയ്താലും ലഭിക്കാതെ വേണം, സ്കാർസിറ്റി നിലനിൽക്കുന്ന ഒരു ദാനം മാത്രമേ മനുഷ്യന് ചെയ്യാൻ കഴിയൂ. ये कितना भी उसका संपत्ति होने के बाद भी इतना लोगों को अगर बांटना है तो वो पूरा नहीं हो सकता, फिर भी जो है उसमें कमी रहेगा. എന്നാൽ ധനവാനായ ഒരു മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ ജീവിക്കുകയാണ്. एक धनवान व्यक्ति इस धरती पे जी रहा है. അവൻ പറയുകയാണ്, वो कहता है ഞാൻ എന്റെ ജീവൻ, मेरा जीवन ഞാൻ മരിച്ചതിന് ശേഷം ചിലർക്ക് കിട്ടണം എന്ന് എഴുതി വെക്കുകയാണ്. मेरा मृत्यु के बाद कुछ लोगों को उसको प्राप्त करने के लिए मैं नियम लिखकर रख रहा हूँ. എന്നാൽ അത് എല്ലാവർക്കും കൊടുക്കാൻ സഫീഷ്യന്റ് ആണ്. वो सबको मिलने के लिए पूरा है. എല്ലാവർക്കും കൊടുക്കാൻ സഫീഷ്യന്റ് ആണ്. वो सब लोगों के लिए देने के लिए वो पूरा हो सकता है. പക്ഷെ ആ ഇച്ഛിച്ചു വരുന്നോ അവർക്ക് മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. लेकिन जो उसको प्राप्त करने के लिए मंजूर है उसको मिलेगा. പാപക്ഷമയാണെങ്കിലും, वो पाप का क्षमा हो, നിത്യജീവനാണെങ്കിലും, अनंत जीवन हो, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്ന കാര്യമാണെങ്കിലും, हमारा नाम जो है जीव ग्रंथ में लिखने के बारे में हो, യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടിരിക്കുന്ന തന്റെ അവകാശത്താണ്, തന്റേതായിരിക്കുന്ന മരണപത്രികയാണ്. प्रभु यीशु मसीह मृत्यु से पहले लिखा हुआ एक, मृत्यु होने से पहले लिखा हुआ एक पत्री है, वो नियम है. അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സഫീഷ്യന്റ് ആണോ? वो ये सारे संसार के लोगों के लिए पूरा हो जाता है क्या? പ്രൈസ് ദി ലോർഡ്. प्रेज़ द लॉर्ड. അങ്ങനെ ഒരു ദാതാവിന്റെ കാര്യമാണ് നമ്മൾ ഈ പഴയതും പുതിയതും തമ്മിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. जे ऐसा एक मुफ्त में सबको बांटने के वाला एक संपत्ति का नियम, जो पुराना नियम और नया नियम में दोनों में उसमें सूचना दिया हुआ. അപ്പൊ പഴയ നിയമത്തിൽ അത് ഒരു ചിത്രങ്ങൾ എന്നതുപോലെ മനുഷ്യ ദൃഷ്ടിക്ക് ബോധ്യമാകുന്ന രീതിയിൽ അത് വെളിപ്പെടുത്തുകയാണ് പഴയ നിയമം ചെയ്യുന്നത്. जो पुराना नियम में एक छाया का तौर पर वो हमारा को समझ में आने का जैसा एक छुपा हुआ उस बातों को पुराना नियम में लिखा है. നമുക്ക് ഒരു വാക്യം വായിക്കാം. हम एक बात पढ़ेंगे, അതായത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം, जो निर्गमन नामक का पुस्तक का 28वां अध्याय, അതിലെ 2-ാം വാക്യത്തിൽ വായിക്കുകയാണ്. उसका दूसरा आयत में ऐसे लिखा है, 28:2. 28 का 2. ആ ആ ആ ആ ഇവിടെ നോക്കുക, यहाँ पर देख ले कि ഇവിടെ അഹരോനെ കാണിക്കുകയാണ്. यहाँ पर एक महायाजक अहरोन के बारे में दर्शा रहा है. നമ്മൾ നേരത്തെ കണ്ടു, പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചു, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിന്നെ വരുന്ന മഹത്വവും ഒരു ദൃശ്യരൂപത്തിൽ കാണിക്കുകയാണ്.
जो हमने पतरस के लिखित पत्र में पढ़ा था है कि यीशु मसीह को आने वाला कष्ट के बारे में, उसके बाद वो महिमा में कैसे प्रवेश करता है उसके बारे में हम जो है उसका एक चित्र हम वहां पर पढ़ा है. അപ്പൊ ഇവിടെ മഹാപ്രഭുവിനെ എടുത്തു കാണിച്ചുകൊണ്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് യേശുവിന്റെ കഷ്ടതയാണോ യേശുവിന് വരാൻ പോകുന്ന മഹത്വമാണോ? यहाँ पर जो है एक महायाजक का कैसे दर्शन दे रहा है कि यीशु मसीह का आने वाला कष्ट के बारे में है या उसका महिमा के बारे में है. വരാൻ പോകുന്ന മഹത്വമാണ് അല്ലെ? അത് എന്തൊക്കെ വേണം? वो आने वाला महिमा के बारे में दर्शाता है. 4 വാക്യത്തിലുണ്ട്. उसका 4 आयत में ऐसे लिखा है. ആ ആ ആ ആ മഹാപ്രഭുവിന്റെ ചിത്രം ഒന്ന് കാണിച്ചു. वो महायाजक का चित्र थोड़ा सा दिखाए. ഇവിടെ ഈ ലൈറ്റ് വേണേ ഓപ്പൺ. ഓക്കെ പേജിലുണ്ട്. पेज नंबर 20 में इसको आपका सामने जो दिया हुआ है उस किताब के अंदर. അവിടെ എല്ലാരും കണ്ടതില്ലേ? ഓക്കെ, हम सभी का हाथ में है वो देख सकते. എല്ലാരും കണ്ടോ? ഇതെന്താ കാണിക്കുന്നു? ये क्या दर्शाता है? മഹാപുരോഹിതൻ. അത് ആരുടെ മഹത്വത്തിന് വേണ്ടിയാണ്? ये അപ്പോൾ किसका महत्व ഇസ്രായേൽ है? ജനങ്ങൾ മഹാപുരോഹിതനെ നോക്കുമ്പോൾ നോക്കെ ഞങ്ങളുടെ മഹാപുരോഹിതൻ എത്ര മഹത്വമുള്ളവനെന്ന് കാണാൻ ഒരു ചിത്രരൂപത്തിലൂടെ കാണിക്കുകയാണ് ഇതെല്ലാം. हमारा महायाजक इतना महिमा में वास करता है बोल के एक चित्र से दर्शाता है. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മഹാപുരോഹിതൻ എന്തെല്ലാം ഉണ്ടായിരിക്കണം. यहाँ पर चित्र जो दिखाता है कि एक महायाजक को वो कैसे इतना कितना महिमा से रहता है. അപ്പൊ അത് കേവലം ഒരു അഹരോനിലോ പഴയ നിയമ പുരോഹിതന്മാരിലോ ഒതുക്കി നിൽക്കുന്ന കാര്യമല്ല, അതിന്റെ നിവൃത്തി യേശുക്രിസ്തുവിലാണ്. ये जो है कोई महायाजक ऐसा मतलब महिमा में नहीं था, लेकिन उसका पूर्तिकरण जो है प्रभु यीशु मसीह द्वारा होता है. എന്നാൽ ക്രിസ്തുവിന്റെ കഷ്ടത ഏതിനെ കാണിക്കുന്നു? लेकिन प्रभु यीशु मसीह का क्रूस के अंदर का कष्टता जो तकलीफ जो है उसको दर्शाता है. ഇതാണ് നമ്മളിപ്പം എടുത്ത് 28 അധ്യായം കാണിക്കുന്നത്. यहाँ पर जो है हम 28वां अध्याय में पढ़ा है कि जो निर्गमन नामक का पुस्तक में. എന്നാൽ ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങൾ, लेकिन प्रभु यीशु मसीह को आने वाला कष्टों के बारे में അത് ദൃശ്യമായ രൂപയിൽ കഷ്ടത കാണിക്കുന്നത് ഏതാണ്, എന്താണ്? और ये इस धरती में उसका कष्ट सहने के बारे में कहां पर दर्शाता है? എവിടെയാ? സമാഗമന കൂടാരം. वो जो समागमन तंबू में അതെന്തിനെ കാണിക്കുന്നു? वो किसको दिखाता है? അത് ഖദിര മരം കൊണ്ട് ഉണ്ടാക്കണം. वो कैसे बनाना है? एक खजूर का पेड़ का उस लकड़ी से बनाना है. ഖദിര മരം വളരുന്നത് മരുഭൂമിയിലാണ്. जो खजूर पेड़ जो है वो मरुस्थल में वो बड़ा होता है. അത് വെട്ടി മുറിക്കണം, उसको काटना है, അത് പലകകളാക്കണം, उसको जो है उसको काट के उसको ये शीट बनाना है, അതുകൊണ്ടൊരു തമ്പു ഉണ്ടാക്കണം, उसका एक तंबू बनाना है. അതെല്ലാം എന്തിനെ കാണിക്കുന്നു? ये सब किसको दर्शाता है? യേശുക്രിസ്തുവിനെ തന്റെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ കഷ്ടങ്ങളെയാണ് കാണിക്കുന്നത്. वो प्रभु यीशु मसीह को अपना शरीर में हुआ उस कष्टों को दर्शाता है. അപ്പൊ സമാഗമന കൂടാരം എന്തിനെ കാണിക്കുന്നു? वो समाप्ति का जो तंबू किसको बताता है? ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളും यीशु मसीह के आने वाला कष्टों के बारे में. മഹാപുരോഹിതൻ അഹരോനെ എന്തിനെ കാണിക്കുന്നു? जो अहरोन किसको दर्शाता है? അപ്പൊ ഇങ്ങനെ പഴയ നിയമം वो यीशु मसीह का महिमा के बारे में दिखाता है. वो है पुराना नियम. അത് എന്ത് കാണിക്കുന്നോ അതിന്റെ എല്ലാ അനുഗ്രഹവും നമുക്കാണ്. वो पुराना नियम में क्या दिखाता है? वो सभी का पूर्तिकरण हमारे ऊपर आता है, कलीसिया के लोगों को. അത് ലോകത്തിലുള്ള ഏത് ജാതിയിലുള്ളവർക്കും അത് ലഭിക്കും. इस दुनिया का कोई भी जात का हो, उन सबको ये जो प्रभु का कृपा में आया है, सबको इस महिमा का हमें प्रवेश कर सकता है. അപ്പൊ നമ്മള് റോമാലേഖനം എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, रोमियों के लिए लिखित पत्री उसका 10वां अध्याय का पहला आयत. ന്യായപ്രമാണം जो न्याय का किताब വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ വരുവാനുള്ള നന്മകളുടെ അപ്പം ഈ ഹീബ്രു 10:1 എബ്രായ ലേഖനം 10:1. എബ്രായ ലേഖനം 10:1. इब्रानियों का लिखित पत्री 10वां अध्याय का पहला आयत. എന്താണ് വായിക്കുന്നത്? അപ്പം വരുവാനുള്ള നന്മയിൽ എന്തൊക്കെയുണ്ട്? സമാഗമന കൂടാരമുണ്ട്, മഹാപുരോഹിതന്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്.
जो वहां पर जो है वहां पर किसको दर्शाता है, महायाजक के बारे में भी दर्शाता है, वो समागम तंबू के बारे में भी दर्शाता है। അപ്പോ ആടിനെ അറുക്കണം, वो वहां पर भेड़ को काटना है, യാഗമർപ്പിക്കണം, उसको जो है बलि चढ़ाना है। ഇങ്ങനെ സമാഗമന കൂടാരത്തോട് ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് എങ്ങനെ ബെനിഫിറ്റ് ആയി? जो ये समागमन का उस तंबू के बारे में लिखा हुआ सारे बातों को हमारे जिंदगी में कैसे हम उसको प्राप्त किया है, അതാണ് നമ്മൾ പുതിയ നിയമസഭ അതിന്റെ അർത്ഥത്തിൽ ഗ്രഹിച്ച് സന്തോഷിച്ച് ദൈവത്തിന്റെ മക്കളായി അനുഗ്രഹം പ്രാപിക്കുന്നതാണ് പുതിയ നിയമസഭ. जो नया नियम का कलीसिया वो है कि जो पुराना नियम का सारे बातों हमारे जिंदगी में कैसे पूरा होता है, इसके बारे में सोच के प्रभु में खुशी होके प्रभु को आराधना करना वही है जो नया नियम का आराधना। ടാബർനാക്കിൾ എന്താണ്? യേശുവിന് വരേണ്ടിയ ഘട്ടങ്ങളും प्रभु यीशु मसीह को आने वाला कष्टों के बारे में മഹാപുരോഹിതനെ കാണിക്കുന്നു. महायाजक को जो दर्शाता है वो प्रभु का महिमा को दर्शाता അപ്പൊ നമ്മൾ 10ാം അധ്യായത്തിന്റെ 1ാം വാക്യത്തിൽ വായിച്ചത്, है। अभी हमने जो पढ़ा था 10वां अध्याय का पहला आयत, ഈ യാഗങ്ങളും അതിനോട് ചേർന്ന കാര്യങ്ങളെല്ലാം ടാബർനാക്കിളിനോട് ബന്ധപ്പെട്ടതാണ്. हाँ ये जो मतलब जो हमने पढ़ा था ये सब जो है जो तंबू के बारे में और जो महायाजक के बारे में जो पढ़ा था ये सब जो है यीशु मसीह का कष्टों को बाद में उनका महिमा का दर्शाता है। ഇനി 9ാം അധ്യായം ഇബ്രായ ലേഖനം 9ാം അധ്യായത്തിൽ 11ാം വാക്യം വായിക്കുമ്പോൾ इब्रानियों के लिए लिखित पत्र 9वां अध्याय का 11वां आयत पढ़ेंगे। ക്രിസ്തുവോ प्रभु കേട്ടോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ. जो प्रभु यीशु मसीह के बारे में वहां पर लिखा है कि जो आने वाला अच्छाइयों का एक महायाजक के तौर पर അപ്പൊ बताया। ഇപ്പൊ നമുക്ക് लेकिन अभी हमारे लिए പുതിയ നിയമസഭയ്ക്ക് जो नया नियम का कलीसिया के लिए പഴയ നിയമത്തിലെ ടാബർനാക്കിളിന്റെ അനുഗ്രഹവുമുണ്ട്, जो पुराना नियम का जो तंबू का जो समागम तंबू का भी आशीष हमारे अंदर है, മഹാപുരോഹിതൻ എന്ന രീതിയിലുള്ള നന്മകളുമുണ്ട്. जो महायाजक के तौर पर जो दर्शाया उसका भी एक जो आशीष हमारे ऊपर है। 10ാം അധ്യായത്തിന് 1ാം വാക്യത്തിൽ കണ്ടില്ലേ, വരുവാനുള്ള നന്മകളുടെ നിഴലായ ന്യായപ്രമാണം. जो हमने 10वां अध्याय का पहला आयत में देखा, आने वाला अच्छाइयों का एक छाया है वो जो तंबू और महायाजक के बारे में हमने वहां देखा। 9ാം വാക്യത്തിൽ വായിച്ചത് അല്ലെ, നിയമത്തിൽ വായിച്ചത് അത് ടാബർനാക്കിൾ മാത്രമാണ്. 10ാം അധ്യായത്തിന് 1ാം വാക്യത്തിൽ ടാബർനാക്കിൾ വരാനുള്ള നന്മകളുടെ അനുഗ്രഹം ടാബർനാക്കിളുള്ള ബന്ധത്തിൽ എങ്ങനെയാണോ അട്ടവും ഇതിലുള്ള वो जो पुराना नियम में जो हमने पढ़ा था कि जो समागम तंबू का उसका एक छाया जो है हमको नया नियम में हमको मिलने वाला आशीषों के बारे में। 9ാം അധ്യായത്തിന്റെ 11ാം വാക്യത്തിൽ വായിച്ചത് 9वां अध्याय का 11वां आयत में हमने जो पढ़ा था इब्रानियों के लिए पत्र, അപ്പം ഈ യേശു മഹാപുരോഹിതനായിരിക്കുന്നെങ്കിൽ अगर यीशु मसीह हमारा महायाजक होने से ആർക്കാണ് ബെനിഫിറ്റ്? किसका फायदा है? സഭയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ദാനം ചെയ്തിരിക്കുക. जो कलीसिया बोलने से सबके लिए वो मुफ्त में दिया गया है, दान दिया है। കാരണം അത് വളരെ ദുർലഭമായതുകൊണ്ട് പൈസ കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ചു പേർക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് ഈ ധനം കുറച്ചേ ഉള്ളൂ എന്ന അർത്ഥത്തിലല്ല, കാരണം പലർക്കും ഇത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ സമൃദ്ധിയിലേക്ക് വരാൻ സാധിക്കാത്തത്. ये अनंत काल का ये महिमा के लिए सबको बराबर सभी जितना भी लोग प्रभु यीशु मसीह का इस कृपा में आ सकता है सबको देने के लिए है। लेकिन जो बोलता है कि मुझे नहीं चाहिए बोलने से फिर क्या करेंगे? लेकिन जितने भी लोग आए हैं सबको देने के लिए प्रभु का पास कम नहीं है। നമ്മൾ കുറച്ചു പേര് മാത്രമേ ഇത് മനസ്സിലാക്കുന്നുള്ളൂ എന്നത് കുറച്ചു പൈസയെ ധനമേ ഉള്ളൂ എന്നാണോ? हाँ, इसका मतलब क्या है कि हम थोड़ा लोग ही इसके बारे में जानता है इसलिए प्रभु के पास कुछ कमी है क्या? ऐसा പേര് വന്നാലും कितने भी लोग इस दुनिया के अंदर जो मर गए हैं जो जिंदा आने वाले हैं सभी आने से भी देने के लिए प्रभु के पास है। ദാഹിക്കുന്നവരെല്ലാം വരട്ടെ എന്നാണ്. प्रभु कहता है कि जो आदमी प्यासा है सब लोग आ जाओ बोल के कहता है। അപ്പോൾ ആ മഹിമാധനത്തിന്റെ അനുഗ്രഹം മുഴുവനും പുതിയ നിയമ കലവറയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവന്ന് അതിന്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുക. जो ये जो है प्रभु का इस बहुत बड़ा महिमा का धन जो है सभी को देने के लिए सभी को प्राप्त करने के लिए प्रभु सबको बुलाया।